സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 100 കുട്ടികളുമായി ദഫ്മുട്ട് കളിക്കാൻ വന്ന ഒരു മാഷുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 10 ടീമുകളെയാണ് തൃശൂർ സ്വദേശി വിൻഷാദ് ഇക്കുറി കലോത്സവത്തിന് ഇറക്കിയിരിക്കുന്നത്. കലോത്സവ കാലമായാൽ പിന്നെ ദഫിൽ വീഴുന്ന മുട്ടിനും വിൻഷാദിന്റെ നെഞ്ചെടുപ്പിനും ഒരേ താളമാണ്. 5 ഹയർ സെക്കൻഡറി ടീമുകൾ, അത്ര തന്നെ ഹൈസ്കൂളിലുമുണ്ട്. ഗ്രീൻ റൂമിനുള്ളിൽ തന്നെ ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക് ഓടുകയാണ് കയ്പമംഗലം സ്വദേശിയായ ഈ ചെറുപ്പക്കാരൻ. തലപ്പാവ് കിട്ടുന്നത് മുതൽ വേദിയിൽ കയറുന്നത് വരെ എല്ലായിടത്തും തന്റെ കൈകളെത്തണമെന്ന് കക്ഷിക്ക് നിർബന്ധമുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പഠിപ്പിക്കുന്നുണ്ട്. പല ജില്ലയിലും പല കുട്ടികളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സംഭാഷണം ചെയ്യാൻ പറ്റുന്നുണ്ട്. 10 ടീം എന്നുണ്ടെങ്കിൽ 10 ടീമിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഇപ്പോൾ ഈ കുട്ടികൾ കൊടുക്കുന്ന ഐറ്റായിട്ടുള്ള മറ്റുള്ള കുട്ടികൾ കൊടുക്കുന്നത്. ദഫ്മുട്ടിന്റെ ഗാനമായ ബൈത്തിന്റെ ആലാപന ശൈലിയാണ് ഇവരുടെ പ്രത്യേകത. നാദത്തിലും ദഫിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും വിൻഷാദ് തയ്യാറല്ല. ഓടി നടക്കാൻ എന്തിനും പോകുന്ന ശിഷ്യർ കൂടെയാകുമ്പോൾ ടീം ഡബിൾ സ്ട്രോങ്. എല്ലാവരും ഫ്രണ്ട്ഷിപ്പായിട്ടാണ്, സ്വന്തം ഒരു കടസ്ഥാനത്താണ് ഞങ്ങൾ എല്ലാവരും കാണല്, എപ്പോഴും കൂടെ ഉണ്ടാവും. ബൈത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ബൈത്ത് ചൊല്ലുന്നതിനാണ് വിൻഷാക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. പിന്നെ അതുപോലെ സിംഗർ, വിൻഷാക്ക് കൊല്ലങ്ങളായിട്ടുള്ള എല്ലാ ടീമുകൾക്കും നല്ല സിംഗേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ടീമിനും മാഷ് ഒരേ കളിയിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ കഴിവ് കാണിക്കുക, പിന്നൊക്കെ മറ്റേ അവരുടെ കയ്യിൽ, ജഡ്ജിമാരുടെ കയ്യിലാണ്. നല്ല സന്തോഷമുണ്ട്. കാരണം വിൻഷാക്കാട് ഒരു ടീം പറയുമ്പോൾ ഞങ്ങൾക്ക് ശിഷ്യന്മാരാകാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ്. ദഫിൽ മാത്രമല്ല അറബനമുട്ടിലും വിൻഷാദിന്റെ കുട്ടികൾ തന്നെയാണ് മിടുക്കർ. ഉപജീവനമാർഗം എന്നതിനപ്പുറം കലോത്സവങ്ങൾ തന്റെ ജീവനും ജീവിതവുമാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു. കണ്ണൻ നിലമ്പൂരിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, കൊല്ലം.